guys, welcome back to our YouTube channel WOLO. We only live once. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ ടൈറ്റിലിൽ കണ്ട പോലെ തന്നെ ചൈനീസ് ക്വിസീനിലുള്ള ചില്ലി ചിക്കൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സമയങ്ങൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബോൺ ഉള്ള ചിക്കൻ ആണ്. തൈസ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിരിക്കുകയാണ്. നോർമലി നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പോകുമ്പം ബോൺലെസ് ചിക്കൻ ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ബോണുള്ള ചിക്കനാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം ക്ലീൻ ചെയ്ത് കഴുകി വെള്ളമൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം എത്ര കിലോ വരും ഈ ചിക്കൻ? ഇത് 1 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പം ഒരു 900 ഗ്രാംസ് ഒക്കെ കാണും. ഓക്കെ. അപ്പോൾ ഇനി എന്താ അടുത്ത്? ഞാൻ ഇന്ന് അസിസ്റ്റൻ്റ് ആട്ടോ, ചീഫ് കുക്ക് പറയും, ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. അപ്പോൾ നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇടാം. ഓക്കെ. അടുത്തതായിട്ട് കുറച്ച് ഉപ്പ്. നമ്മുടെ കയ്യിലുള്ള ഉപ്പിൻ്റെ ഉറയും നമ്മുടെ ടേസ്റ്റും ഒക്കെ അനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. അതുകൊണ്ടാണ് ഞാനൊരു അളവ് പറയാത്തത്. പിന്നെ നമ്മൾ സോയ് സോസ് ഇത് കഴിഞ്ഞ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അളവും കൂടെ നോക്കിയിട്ട് വേണം. നമ്മൾ ആദ്യമേ ഒത്തിരി ഉപ്പ് ചേർക്കരുത്. അടുത്ത നമ്മൾ സോയ് സോസ് ആണ് ഒഴിക്കുന്നത്. ഒരു ഹാഫ് മുതൽ ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ സോയ് സോസ് ഒഴിക്കാം. അടുത്തതായിട്ട് 1/2 ടേബിൾ സ്പൂൺ ഹോട്ട് സോസ്. ഹോട്ട് സോസ് എന്ന് പറഞ്ഞാൽ ചില്ലി സോസ് ആണ്. നമ്മൾ ഹോട്ട് സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ ഹോട്ട് സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മുളക് പൊടി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹോട്ട് സോസ് ഒഴിച്ചു. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 hour എങ്കിലും ഇരിക്കണം, എന്നാലേ അതിന് നന്നായിട്ടൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് വെച്ചിട്ട് 1/2 hour കഴിഞ്ഞ് കാണാം. അപ്പോൾ ഇനി ഗ്രേവിയുടെ പണി തുടങ്ങാം. ആദ്യമേ ഒരു മീഡിയം സൈസ്ഡ് ഉള്ളി എടുത്ത് ക്യൂബ്സ് ആയിട്ട് മുറിക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ കഷ്ണങ്ങളും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. ഏഴ് കഷ്ണം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, പിന്നെ 3/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ കലക്കിയത്. ഇത് കലക്കാൻ ചൂടുവെള്ളം എടുക്കരുത്, നോർമൽ ടെമ്പറേച്ചർ വാട്ടർ വേണം എടുക്കാൻ. പിന്നെ കുറച്ച് ഉള്ളിയില, അതിൻ്റെ ഗ്രീൻ പോർഷനും വൈറ്റ് പോർഷനും മാറ്റി മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ 1/2 hour മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുപ്പിലുള്ള പരിപാടി തുടങ്ങാം. ആദ്യമേ നമ്മളൊരു ഫ്രൈങ് പാൻ വെക്കുക. ഫ്രൈങ് പാൻ വെക്കുക. അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. അപ്പോൾ എണ്ണ ചൂടായി. ഇനി അതിനകത്തോട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇടാം. എണ്ണയിൽ മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ അടുത്ത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പോട്ട് ഇട്ട് വെക്കാം. അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഫ്ലെയിമിൽ വേണം തീ വെക്കാനായിട്ട്. നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മുടെ ചിക്കൻ വറക്കുമ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇപ്പം ഇട്ടേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് സ്പ്രിംഗ് ഓണിയൻ ഇടാം. സ്പ്രിംഗ് ഓണിയൻ്റെ ആ വൈറ്റ് പോർഷനാട്ടോ നമ്മളിടുന്നത് ആദ്യം. അടുത്തത് പച്ചമുളക് ഇടാം. അടുത്തത് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടാൻ പോവാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഹൈ തീയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ വെജിറ്റബിൾസും നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ. സാധനം കരിഞ്ഞു പോകും. ഹൈ തീയിൽ ഇടണം എന്ന് പറയുന്നത് ആക്ച്വലി ചൈനീസ് കുക്കിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ അതാണ് അതിൻ്റെ ടേസ്റ്റ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
അപ്പോൾ ഇത് ജസ്റ്റ് കുറവൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ അതടുത്ത് നമ്മളതിലേക്ക് ക്യാപ്സിക്കം ഇടുകയാണ്. ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം. ഏകദേശം നമ്മുടെ വെജിറ്റബിൾസ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഹോട്ട് സോസ്, 1/2 tablespoon dark soy sauce, 1/2 tablespoon light soy sauce, 1 tablespoon tomato ketchup. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺ സ്റ്റാർച്ച് ഒഴിക്കാം. കോൺ സ്റ്റാർച്ച് എടുക്കുമ്പോൾ ഇതിൻ്റെ അടി ഇളക്കി വേണം ഒഴിക്കാനായിട്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിന്റെ ടേസ്റ്റ് നോക്കി ഉപ്പ് വേണമെന്നൊക്കെ ഉള്ളത് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പൊ നമുക്കിനി തുറന്നു നോക്കാം. ഇതാണ് നമ്മുടെ കറിയുടെ ഇപ്പോഴത്തെ ഒരു പരുവം. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ പാർട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിന്റെ മേളിലേക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ചില്ലി ചിക്കന്റെ ഫൈനൽ ലുക്ക്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം ഞങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ടെസ്റ്റേഴ്സിനെ ഒന്ന് വിളിക്കാം. എങ്ങനെയുണ്ട് അച്ഛാ? നോക്കട്ടെ. സൂപ്പർ. എങ്ങനെയുണ്ട്? സൂപ്പർ. താങ്ക് യു. ബേബി എങ്ങനെയുണ്ട്? മുക്കി കഴിക്കും, മുക്കി. സൂപ്പർ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചില്ലി ചിക്കൻ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയതായിട്ട് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ. Hello guys, welcome back to our channel WOLO. We only live once. അപ്പം ഇന്ന് നമ്മള് അല്ല, ഒരു മിനിറ്റ് ഒന്ന് കാണിച്ചു തരുമോ? ആണ് ഇതിലേക്ക് നമുക്ക് ഇതിപ്പോ എത്ര കിലോ ഉണ്ട് ചിക്കൻ? നീ കുറയ്ക്കട്ടെ ബിഹൈൻഡ് ദി സീൻസ്. do da do da do da do da do da do.